പ്രിയ സജ്ജനങ്ങളെ, സാദര നമസ്കാരം. ഇന്ന് കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂർ ക്ഷേത്രം. കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂർ പഞ്ചായത്തിലാണ് ദക്ഷിണ കാശി എന്ന് പേരുകേട്ട പുണ്യക്ഷേത്രമായ കൊട്ടിയൂർ സ്ഥിതി ചെയ്യുന്നത്. പ്രകൃതി സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന വയനാടൻ മലനിരകളുടെ പടിഞ്ഞാറൻ താഴ്വരയിലാണ് കൊട്ടിയൂർ ക്ഷേത്രം നിലകൊള്ളുന്നത്. ഇക്കരെ കൊട്ടിയൂർ എന്നും അക്കരെ കൊട്ടിയൂർ എന്നും രണ്ടു പേരുകളിലായിട്ടാണ് ഈ ക്ഷേത്ര സങ്കേതങ്ങൾ. ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ നിത്യപൂജാ സമ്പ്രദായമാണുള്ളത്. എന്നാൽ അക്കരെ കൊട്ടിയൂരിൽ വൈശാഖ മാസ മഹോത്സവ കാലത്ത് മാത്രമാണ് പൂജകൾ ചെയ്തു വരുന്നത്. മറ്റ് ക്ഷേത്രങ്ങളിലെ പോലെ അക്കരെ കൊട്ടിയൂരിൽ സ്ഥിരമായ ശ്രീകോവിൽ, നമസ്കാര മണ്ഡപം, ഗോപുരം, തിടപ്പള്ളി എന്നിവയില്ല. വൈശാഖ മഹോത്സവ കാലത്ത് മാത്രം താൽക്കാലികമായാണ് അവയൊക്കെ നിർമ്മിക്കുന്നത്. യാഗവേളയിലെ പർണശാലകളെ അനുസ്മരിക്കുന്ന പോലെ ഓലകൾ കൊണ്ടാണ് അവിടുത്തെ നിർമ്മിതികൾ. മണിത്തറയ്ക്ക് ചുറ്റിലുമായി സ്ഥിതി ചെയ്യുന്ന വൃത്താകൃതിയിലുള്ള ചിറ കാണാം. ഇതിനെ തിരുവഞ്ചിറ എന്ന് അറിയപ്പെടുന്നു. മണിത്തലയ്ക്ക് മുകളിലായി കാണുന്ന പടുകുടിയിലാണ് സാക്ഷാൽ ശ്രീ പരമേശ്വരൻ സ്വയംഭൂവായി കുടികൊള്ളുന്നത്. ദക്ഷയാഗം നടന്ന പുണ്യസ്ഥലത്ത് കൈലാസ സമാനമായ പ്രകൃതി ഭംഗി ദർശിക്കാവുന്നതാണ്. ക്ഷേത്ര പരിസരത്തോടുകൂടി ഒഴുകുന്ന വാവാലിപ്പുഴ ഈ പ്രദേശത്തിന്റെ ചൈതന്യമാണ്. ഇവിടെ സ്വയംഭൂവായ മഹാദേവൻ കുടികൊള്ളുന്നു. എന്താണ് ഇതിന്റെ ഐതിഹ്യം? ദക്ഷ പ്രജാപതിയുടെ മകൾ സതിയെ ശിവൻ വിവാഹം കഴിച്ചു. പക്ഷേ ദക്ഷ പ്രജാപതി ശിവനെ വേണ്ട രീതിയിൽ ഗൗനിച്ചില്ല. അദ്ദേഹം നാരായണന്റെ പരമഭക്തനായിരുന്നു. നാരായണന്റെ പരമഭക്തനായ ദക്ഷപ്രജാപതിയുടെ മകൾ പ്രണയിച്ചത് ശിവനെയായിരുന്നു. ഒടുവിൽ മകളുടെ നിർബന്ധത്തിന് വഴങ്ങി സതിയെ ശിവന് കല്യാണം കഴിച്ചു കൊടുത്തു. ഭഗവാന്റെ രൂപം എങ്ങനെയെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പുലിത്തോൽ ധരിച്ച് ചുടലഭസ്മം പൂശി ഭഗവാൻ കൈലാസത്തിലെ പാറപ്പുറത്ത് വസിക്കുകയാണെങ്കിൽ ദക്ഷപ്രജാപതി എന്ന് പറയുന്നത് ഇന്നത്തെ 10,000 അംബാനിമാർക്ക് തുല്യം എന്നൊക്കെ നമ്മൾ അതിശയോക്തിപരമായിട്ട് പറയാറുണ്ട്. അതിസമ്പന്നനായ ദക്ഷപ്രജാപതിയുടെ മകൾ ശിവന്റെ ഭാര്യയായി. ഈ സമയത്താണ് ദക്ഷപ്രജാപതി ലോകപ്രശസ്തമായ യാഗം നടത്തിയത്. ആ യാഗത്തിൽ ശിവപാർവതിമാരെ, അതായത് സതിയെയും ശിവനെയും ക്ഷണിച്ചില്ല. യാഗത്തിന് പോകാനൊരുങ്ങിയ സതിയെ ശിവൻ വിലക്കി. എന്നാൽ തൻ്റെ അച്ഛൻ തന്നെ വിളിക്കാൻ വിട്ടുപോയതാണ് എന്നും അച്ഛൻ നടത്തുന്ന മഹായാഗത്തിലേക്ക് മകളെ ക്ഷണിക്കേണ്ടതില്ല എന്നും പറഞ്ഞുകൊണ്ട് സതി യാഗവേദിയിലേക്ക് ചെന്നു. എന്നാൽ യാഗവേദിയിലെത്തിയ സതി അങ്ങേയറ്റം അവഹേളിക്കപ്പെട്ടു, അപമാനിക്കപ്പെട്ടു. അതോടുകൂടി തൻ്റെ ഭർത്താവ് പറഞ്ഞ വാക്കുകൾ അനുസരിക്കാതിരുന്നതും ലോകത്തിന് മുന്നിലുണ്ടായ അപമാനവും സതിയെ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാക്കുകയും ആ യജ്ഞകുണ്ഡത്തിൽ ചാടി ആത്മാഹുതി നടത്തുകയും ചെയ്തു. ഇതറിഞ്ഞ ഭഗവാൻ വീരഭദ്രനായിട്ട്, അല്ലെങ്കിൽ ഭഗവാന്റെ ജടയിൽ നിന്നും വീരഭദ്ര രൂപം ധരിച്ച് അവിടെ വരികയും യാഗം മുടക്കി ദക്ഷപ്രജാപതിയെ അവിടെ വെച്ച് വധിക്കുകയും ചെയ്തു. കത്തിക്കരിഞ്ഞ സതിയുടെ മൃതശരീരം കയ്യിൽ പിടിച്ചുകൊണ്ട് ഭഗവാൻ അലറിയപ്പോൾ ലോകം കിടുകിടെ വിറച്ചുപോയി എന്ന് പറയുന്നു. ഈ സമയത്ത് ദേവന്മാരെല്ലാവരും മഹാവിഷ്ണുവിന്റെ അരികിൽ അഭയം പ്രാപിച്ചിട്ട് പറഞ്ഞു, ഭഗവാനെ രക്ഷിക്കൂ. ഈ സമയത്താണ് മഹാവിഷ്ണു പറയുന്നത്, മഹാദേവന്റെ കയ്യിൽ സതിയുടെ കത്തിക്കരിഞ്ഞ മൃതദേഹം കിടക്കുമ്പോൾ ഒരിക്കലും ഭഗവാൻ ശാന്തമാവില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ സുദർശന ചക്രത്തെ അയച്ചുകൊണ്ട് സതീദേവിയുടെ മൃതശരീരത്തെ തുണ്ടം തുണ്ടമാക്കുവാൻ പോവുകയാണ്. അങ്ങനെ മഹാവിഷ്ണുവിന്റെ കൈകളിൽ നിന്ന് സുദർശന ചക്രം വരികയും സതീദേവിയുടെ കത്തിക്കരിഞ്ഞ ശരീരത്തെ 51 കഷ്ണങ്ങളാക്കി മാറ്റുകയും ചെയ്തു. ഇത് ഭാരതത്തിന്റെ 51 പ്രദേശങ്ങളിൽ ചെന്നു വീണു. ഇതാണ് പ്രിയമുള്ളവരെ 51 ദേവീക്ഷേത്രങ്ങൾ, 51 ശക്തിപീഠങ്ങൾ. അതിലൊരു ഭാഗം വീണത് കന്യാകുമാരിയിലാണ്, മറ്റൊന്ന് കൈലാസത്തിലാണ്, മറ്റൊരു ഭാഗം ഇന്നത്തെ കാണ്ഡഹാർ അല്ലെങ്കിൽ താലിബാനിലുണ്ട്, അഫ്ഗാനിസ്ഥാനിലുണ്ട്. ഇങ്ങനെ അഖണ്ഡ ഭാരതം എന്ന് പറയുന്ന നമ്മുടെ ആ സങ്കല്പത്തിലെ ഓരോ പ്രദേശങ്ങളിലും ചെന്നിട്ട് സതീദേവിയുടെ മൃതശരീരത്തിന്റെ ഭാഗങ്ങൾ വീഴുകയും അവിടെ എല്ലാം
ശക്തിപീഠങ്ങളായി തീരുകയും ചെയ്തു. ആ ദക്ഷ പ്രജാപതി ഈ മഹായാഗം നടത്തിയ പുണ്യസ്ഥലമാണ് കൊട്ടിയൂർ എന്ന് മനസ്സിലാക്കണം. ദക്ഷന്റെ ഈ യാഗഭൂമിയാണ് പിൽക്കാലത്ത് പുണ്യസ്ഥലമായി തീർന്ന കൊട്ടിയൂർ എന്ന് നാം വിശ്വസിക്കുന്നു. വിശ്വകർമാവ് അവിടെ ഇക്കരെ കൊട്ടിയൂരിൽ ഒരു ക്ഷേത്രം നിർമ്മിച്ചു. കലിയുഗത്തിൽ ഒരു നാൾ ഇതുവഴി വന്ന പരശുരാമൻ അവിടെ കലിയുടെ സംഹാരതാണ്ഡവം കണ്ട് കോപിഷ്ഠനായി. തുടർന്ന് പരശുരാമൻ കലിയെ പിടിച്ചു കെട്ടി. അപ്പോൾ ത്രിമൂർത്തികളെത്തി യുഗപുരുഷനെ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഈ ദേശത്ത് ഇനി കലിബാധ ഉണ്ടാകാൻ പാടില്ലെന്നായിരുന്നു പരശുരാമന്റെ ആവശ്യം. കലി അത് സമ്മതിക്കുകയും പകരമായി 27 ദിവസത്തെ വൈശാഖോത്സവം നടത്തുവാൻ അനുവദിക്കണമെന്നും അറിയിച്ചു. അങ്ങനെ പരശുരാമൻ ഉത്സവത്തിന്റെ ചിട്ടകൾ നിശ്ചയിച്ചു. അങ്ങനെ ആ ദേശം കലിബാധയിൽ നിന്നും മുക്തരായി. വർഷങ്ങൾക്കു ശേഷം അതുവഴി കടന്നുപോയ ദുർവാസാവ് ക്ഷേത്രം അശുദ്ധമാക്കി. അതോടെ വൈശാഖോത്സവം മുടങ്ങി. പിന്നീട് ഇവിടം കാടുമൂടി കിടന്നു. ഒരു നാൾ ഇതുവഴി നായാട്ടിന് പോയ കുറിച്യർ ആയുധത്തിന്റെ മൂർച്ച കൂട്ടുവാൻ വഴിയിൽ കണ്ട കല്ലിൽ ഉരച്ചു. കല്ലിൽ നിന്നും രക്തം ഒഴുകുന്നത് കണ്ട് അമ്പരന്നവർ മണത്തണ പടിഞ്ഞാറേ ഇല്ലത്തെ നമ്പൂതിരിയെ വിവരമറിയിച്ചു. കുളങ്ങരത്ത്, ആക്കൽ, തിട്ടയിൽ, കരിമ്പനക്കൽ, ചാത്തോത്ത് എന്നീ നായർ പ്രമാണിമാരോടൊപ്പം നമ്പൂതിരി സ്ഥലത്തെത്തി. വെള്ളമൊടിച്ചിട്ടും നെയ്ലേപനം ചെയ്തിട്ടും കല്ലിൽ നിന്നുള്ള രക്തപ്രവാഹം നിന്നില്ല. ഒടുവിൽ ഇളനീർ ഒഴിച്ചപ്പോഴാണ് രക്തപ്രവാഹം നിലച്ചത്. തുടർന്ന് നടത്തിയ ദേവപ്രശ്നത്തിലാണ് ഈ സ്ഥലം ദക്ഷന്റെ യാഗഭൂമിയാണെന്നും കുറിച്യർ അമ്പണച്ചത് ശിവന്റെ സ്വയംഭൂ ശിലയിലാണെന്നും അറിഞ്ഞത്. ഇതിനെ തുടർന്ന് ദേവപ്രീതിക്കായി വർഷം തോറും വൈശാഖോത്സവം പുനരാരംഭിക്കുവാൻ തീരുമാനമായി. പ്രിയ സജ്ജനങ്ങളെ, വളരെ മഹത്തരമായ വ്യവസ്ഥകൾ നിലകൊള്ളുന്ന ഒരു ക്ഷേത്രമാണ് കൊട്ടിയൂർ. നമ്മൾ ഹൈന്ദവ ഐക്യത്തെക്കുറിച്ചെല്ലാം ഇപ്പോൾ സംസാരിക്കുന്നതിൻ്റെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ കൊട്ടിയൂരിൽ ഇളനീർ കൊണ്ടുവരേണ്ടത് ഈഴവ സമൂഹത്തിൽപ്പെട്ട ആളുകളാണ്. നെയ് കൊണ്ടുവരേണ്ടത് ഇന്ന ആളുകളാണ്. തേൻ കൊണ്ടുവരേണ്ടത് ഈ പറയുന്ന കാടുകളെ ആശ്രയിച്ച് ജീവിക്കുന്ന വിഭാഗങ്ങളാണ്. ഇങ്ങനെ ഓരോ വിഭാഗത്തിനും ഓരോ ഡ്യൂട്ടി അവിടെ നിശ്ചയിച്ചിട്ടുണ്ട്. അത് പ്രകാരം ഈ ആചാരങ്ങളെല്ലാം കൃത്യമായിട്ട് അവിടെ നടക്കുകയും ചെയ്യുകയാണ്. ഈ 27 ദിവസത്തെ ഉത്സവം എന്ന് പറയുന്നത് കേരളത്തിലും ദക്ഷിണ ഭാരതത്തിലുമുള്ള ഒരുപാട് ഹിന്ദുക്കളായ വിശ്വാസികൾ അവിടെ വരികയാണ് ചെയ്യുന്നത്. ഞങ്ങളുടെ എല്ലാം നാട്ടിൽ നിന്ന് ഇളനീർ കാവുകളാക്കി നടക്കുകയാണ് ചെയ്യുന്നത്. യുവാക്കളും കുട്ടികളും പ്രായമുള്ള ആളുകളും എല്ലാം ചേർന്ന് ഒറ്റ തോർത്തുമുണ്ടുടുത്ത് മറ്റ് വസ്ത്രങ്ങളൊന്നും ഇടാതെ ഇളനീർ കാവും കൊണ്ട് ചെണ്ട കൊട്ടി നടക്കുന്ന കാഴ്ചകൾ അത്യന്തം ഭക്തിപുരസരമാണ്, അതിമനോഹരവുമാണ്. ഈ ആചാരങ്ങൾക്കൊന്നും ഒരു ലോപവും സംഭവിക്കുന്നില്ല. ശബരിമല തീർത്ഥാടന കാലമാകുമ്പോൾ നമ്മളെല്ലാം വൃശ്ചികം 1 മാലയിടുന്നിട്ട് ശബരിമലയ്ക്ക് പോകുന്നത് പോലെ ഈ വൈശാഖോത്സവ കാലമാകുമ്പോഴേക്കും എല്ലാ പ്രദേശങ്ങളിൽ നിന്നും ഇളനീർ എത്തിക്കേണ്ട ആളുകൾ കൃത്യമായിട്ട് അത് എത്തിക്കും. അത് വാഹനത്തിലൊന്നും എത്തിക്കാൻ പാടില്ല. അങ്ങനെ വാഹനത്തിലൊക്കെ വരുമ്പോഴാണ് അവിടെ ചില സംഘർഷങ്ങളും പ്രശ്നങ്ങളും ഒക്കെ മുമ്പ് നടന്നത്. ആ ആചാരങ്ങൾക്കെല്ലാം ചില നിഷ്ഠയുണ്ട്. അവരെത്തുന്ന സ്ഥലങ്ങൾ കൃത്യമാണ്. അവിടെ അവർക്ക് താമസിക്കുവാനും ഭക്ഷണത്തിനുമുള്ള വ്യവസ്ഥകളുണ്ട്. കാരണം 10, 70, 80 കിലോമീറ്റർ നടന്നിട്ടാണ് അവിടെ എത്തുന്നത്. ഹൈവേയിലൂടെ, സ്റ്റേറ്റ് ഹൈവേയിലൂടെ എല്ലാം നടന്നിട്ടാണ് അവിടെ എത്തുന്നത് എന്ന് മനസ്സിലാക്കണം. അതുപോലെ ഓരോ വിഭാഗത്തിനും എന്തൊക്കെ വസ്തുക്കളാണോ അവിടെ കൊണ്ടുവരേണ്ടത്, ഹൈന്ദവ ഐക്യത്തിന്റെ നായാടി മുതൽ നമ്പൂരി വരെയുള്ള എല്ലാവർക്കും കൊട്ടിയൂർ മഹാക്ഷേത്രത്തിൽ ചെയ്യുവാൻ ഓരോ കടമകളുണ്ട്. ആ കടമകൾ ഒരു മുടക്കവും കൂടാതെ വളരെ ശ്രേഷ്ഠകരമായി നടക്കുന്ന ഒരു ക്ഷേത്രമാണ് കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഏറ്റവും പുണ്യദർശനമായിട്ട് കൊട്ടിയൂർ ദർശനത്തെ കണക്കാക്കണം. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.